തൃശൂർ മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വി.എസ്. സുനിൽകുമാർ. എം.കെ. വർഗീസ് തൃശൂരിൽ ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് പിടിച്ചു. മേയർ പ്രവർത്തിച്ചത് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. എം.കെ. വർഗീസിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുനിൽകുമാർ പ്രതികരിച്ചു. വാക്കുകൾ ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മേയർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന പോലെ ഞാൻ ഉറപ്പിച്ച് പറയും, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. മേയറുടെ ഒരു പേരിൽ ഇടതുപക്ഷ ഐക്യത കറക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. മേയറുടെ കാര്യത്തിൽ CPI ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, സുരേഷ് ഗോപിയോടുള്ള ഈ സ്നേഹവും സുരേഷ് ഗോപിയോടുള്ള അനുകമ്പയും ഒക്കെ തന്നെ തുറന്നു പറഞ്ഞു മേയർ പല വേദികളിലായി. അതിനുശേഷം തന്നെ CPI കടുത്ത നിലപാട് സ്വീകരിച്ചു. അതിപ്പോൾ കുറച്ചുകൂടി കടുപ്പിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയമായി? അതായത് കടുത്ത നിലപാടിലേക്ക് CPI കടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് V.S. സുനിൽകുമാർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ മേയർ സുരേഷ് ഗോപി അനുകൂലിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ MP ആകാൻ ഫിറ്റായ ആളാണെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അത് ഗുരുതരമായും തന്നെ അതായത് ഇടതുമുന്നണിക്ക് പ്രത്യാഘാതം ഉണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചിരുന്ന V.S. സുനിൽകുമാറിനുള്ളത്. അതുകൊണ്ട് തന്നെ കർശന നിലപാടുകൾ മേയർക്കെതിരെ എടുക്കാൻ CPI ഒരുങ്ങുകയാണ്. മേയർ ഇവിടെ പ്രവർത്തിച്ചത് LDFന് വേണ്ടിയല്ല, LDFന്റെ മേയർ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിച്ചു എന്ന് ഉറപ്പിച്ച് പറയുന്നു V.S. സുനിൽകുമാർ. അതിനോടൊപ്പം തന്നെ മേയറെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പാടില്ല. അത് ഇടതുമുന്നണിയിൽ കർശനമായ നിലപാട് CPI എടുക്കും. ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് മേയറെ മാറ്റാനുള്ള നടപടി എന്തായാലും എടുക്കണം എന്നുള്ളൊരു ഉറച്ച നിലപാട് ആവർത്തിച്ച് പറയുന്നു CPIയുടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിച്ച V.S. സുനിൽകുമാർ. എന്തായാലും ശക്തമായ നിലപാടുമായി CPI മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുതന്നെയാണ് V.S. സുനിൽകുമാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതും.